ഹായ് അസ്സലാമലൈക്കും. സുഖമായിട്ടിരിക്കുന്ന മക്കളെ. പിന്നെ നാഗ മുഷിഞ്ഞിട്ടിരിക്കുകയാണ്. ജോലി കഴിഞ്ഞിട്ട് വന്നേ ഉള്ളൂ. റബ്ബറും പാലെടുത്തിട്ട് വന്നേ ഉള്ളൂ. കൈയൊക്കെ കണ്ട വൃത്തിയാക്കുന്നേ ഉള്ളൂ. മക്കളെയൊക്കെ പൂട്ടിയിരുത്തിയിട്ടാണ് പോയത്. വീടെത്തി. പിന്നെ ഫോൺ വീണ്ടും കംപ്ലൈൻ്റ് ആയി തുടങ്ങി. സ്പേസ് റണ്ണിങ് ഔട്ട് റീസ്റ്റാർട്ട് ചെയ്തിട്ടൊന്നും ഓക്കെ ആവുന്നില്ല. പിന്നെന്താണ് മക്കളെ വിശേഷം എന്ന് വെച്ചാൽ വീടിൻ്റെ ആവശ്യത്തിന് വേണ്ടി വീഡിയോസ് ഇട്ട് നല്ല കമൻറ്റും വന്ന് ബാഡ് കമൻറ്റും വന്ന്. മക്കളെ കുളിപ്പിക്കണം, ഫുഡ് വല്ലതും ഉണ്ടാക്കണം. പിന്നെന്താണ് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എൻ്റെ മക്കൾക്ക് ഉപ്പുള്ളതും ഇല്ലാത്തതും ഒരുപോലെ ഇരുന്ന്. ഞാൻ കഷ്ടപ്പെട്ടാലേ എൻ്റെ മക്കളെ വയറ് വീക്കൂ. പിന്നെ ജമാഅത്തിൽ നിന്ന് ഉപ്പാൻ്റെ സർജറിക്ക് പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എപ്പോഴും പൈസ നമുക്ക് കിട്ടാം. പിന്നെ ഇപ്പം ആണെങ്കിൽ കുറച്ച് ജമാഅത്ത് വസ്തുവൊക്കെ മേടിച്ച് അതിൻ്റേതായൊക്കെ രീതിയിൽ പിന്നെ ചെറിയ രീതിയിലെ സഹായം ജമാഅത്തിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയില്ല എന്നല്ല. നമ്മളൊരു വീടെന്ന് പറഞ്ഞാൽ ഇത്ര ഇതാക്കണ്ടേ? ഫുൾ പണി കഴിഞ്ഞില്ലെങ്കിൽ അകമെങ്കിലും വൃത്തിയാക്കണ്ടേ? അപ്പം നിങ്ങളുടെ സഹായം എനിക്ക് വേണം. അതിനാണ് ഞാൻ വീഡിയോ ഇട്ടത്. പിന്നെ എൻ്റെ നമ്പർ ഒരുപാട് പേര് ചോദിച്ച് 89 213 95 498. അനാവശ്യമായിട്ടൊന്നും ആരും എടുത്തെടുക്കല്ലേ മക്കളെ. പിന്നെ എനിക്ക് ഇരിക്കേണ്ട ഇതൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ എന്നെ ഭർത്താവ് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ പള്ളിയിൽ രേഖാമൂലം തീർത്തില്ലെങ്കിൽ ഞാൻ പള്ളിയിൽ എല്ലാം എഴുതി കൊടുത്ത്. കാരണം എന്ന് വെച്ചാൽ അവരെ പറഞ്ഞ രീതിയിൽ ഞാൻ എന്നിട്ട് ഒരു കേസിനെ ഒന്നും പോയിട്ടില്ല. കൊച്ചുങ്ങൾക്ക് ചിലവിന് തരാമെന്ന് പറഞ്ഞിട്ട് പോലും ചിലവിന് തന്നില്ല. എന്നിട്ട് ഞാൻ ഈ കല്യാണം കഴിഞ്ഞതും എല്ലാം ഞാൻ അറിഞ്ഞു. പക്ഷെ 2 മാസം തികച്ചു പോലും റബ്ബിൻ്റെ ജീവിക്കാൻ പറ്റിയില്ല. കാരണം എന്തെന്നറിയാമോ? നമുക്ക് ആരെ ഒന്നും പറയാൻ പറ്റില്ല. നമുക്കൊരു ഇതുണ്ട്, നമുക്കൊരു അള്ളാഹ് ഉണ്ട് എന്നൊരു രീതിയിൽ